സൂറത്തു ആലു ഇമ്രാനിലെ മനോഹരമായ ഒരു വചനമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. വളരെ മനോഹരമായിട്ട് അല്ലാഹ് പറഞ്ഞു തരാണ്. നിങ്ങളൊരു ദാനധർമ്മം ചെയ്യുമ്പോൾ, ഒരാൾക്കൊരു സാധനം നമ്മൾ കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് കൊടുക്കണം, എങ്കിലേ അള്ളാഹുവിന് അത് ഇഷ്ടമാകൂ എന്ന് ഖുർആൻ. ഒരാൾക്കൊരു സാധനം കൊടുക്കാൻ നേരത്ത് നമ്മുടെ വീട്ടിൽ പഴകിയ വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തുക്കൾ, ഇതിനെല്ലാം അപ്പുറം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്, അത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുമ്പോഴാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളോട് തോന്നുക. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയാം. ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫിഖഹിന്റെ ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്ത് വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യത്തിലേക്കും കൂടെയാണ്. ഇസ്ലാമിലെ പ്രധാന ദാനം കൂടെയായ വഖഫിലേക്കാണ് ഈ ആയത്ത് വിരൽ ചൂണ്ടുന്നത് എന്ന് അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. ഉപയോഗമില്ലാത്തതല്ല, ആർക്കും വേണ്ടാത്തതല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടമായ ഒന്ന് അള്ളാഹുവിലേക്ക് ചേർത്തി വെക്കുമ്പോഴാണ് അത് വഖഫാകുന്നത്. മഹാനായ സയ്യിദുന അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മദീനയിൽ നല്ല മനോഹരമായ തോട്ടം ഉണ്ടായിരുന്നു. ബിറുഹ, നല്ല ലാഭം, ഭയങ്കര വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു തോട്ടം. ആ തോട്ടത്തിൽ ഇങ്ങനെ അധ്വാനിക്കുന്നതിനിടയിലാണ്, അതിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനിടയിലാണ് ആലു ഇമ്രാനിലെ ഈ ആയത്ത് അവതരിക്കുന്നത്. നബിയെ, ഭയങ്കര ലാഭം എനിക്ക് തരുന്ന എന്റെ ബിസിനസിന്റെ ഏറ്റവും വലിയ പാട്ടായ ഒരു തോട്ടമുണ്ട് നബിയെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ ഇത് ദാനം ചെയ്യുന്നു യാ റസൂലല്ലാഹ്. സയ്യിദുന അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, ഇതായിരുന്നു സ്വഹാബ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോൾ ഗനീമത്തായിട്ട് കുറച്ച് സ്ഥലം കിട്ടുന്നുണ്ട് ഉമറിന് റളിയല്ലാഹു അൻഹു. ഈ ആയത്തിറങ്ങിയപ്പോൾ ഉമർ ഓടുകയാണ് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക്. നബിയെ, വിലപിടിപ്പുള്ളത് എന്ന് പറയാനായിട്ട് ഈ ഉമറിന്റെ കയ്യിൽ ആ സ്ഥലമാണ് യാ റസൂലല്ലാഹ്, നല്ല കണ്ണായ സ്ഥലമാണ്, വേറൊന്നും എൻ്റെ കയ്യിലില്ല, കണ്ണായ സ്ഥലമാണ് നബിയെ, വേറൊരു സാധനം ഉമറിന് തരാനില്ല യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് ചെയ്യണം? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, നീ ഉദ്ദേശിച്ചാൽ ആ സ്ഥലത്തെ അങ്ങനെ തന്നെ നിലനിർത്തി സ്വതക്ക ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫതസദ്ദഖ ബിഹാ, അത് സ്വതക്ക ചെയ്തു നിബന്ധനയോടുകൂടെ. എന്തായിരുന്നു ആ നിബന്ധന? അന്നഹു ലാ യുബാഉ അസ്ലുഹാ വലാ യൂറഫു വലാ യൂഹബു. വിൽക്കാൻ പാടില്ല, അനന്തരം എടുക്കാൻ പാടില്ല, ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ആ ഒരു നിബന്ധന വെച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഭൂമി അങ്ങ് സ്വതക്ക ചെയ്യാൻ. ഇതാണ് വഖഫിന്റെ അടിസ്ഥാനമായി ഫിഖഹിന്റെ ഉലമാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നത്. അങ്ങനെ ഒരു സ്വത്തുണ്ട് ഇസ്ലാമിൽ, അങ്ങനെ ഒരു സ്വത്തുണ്ട്. ആ സ്വത്ത് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ അനന്തരാവകാശികൾക്ക് റോളില്ല, നമുക്ക് തന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല, മറ്റൊരാൾക്കും കൈകടത്താൻ പറ്റൂല. അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കപ്പെട്ട സ്വത്താണത്. 1913, അതായത് നമ്മുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുൻപ് ഇവിടെ ഒരു മുസൽമാൻ വഖഫ് ആക്ട് നിലവിലുണ്ടായിരുന്നു. പിന്നീട് രാജ്യം സ്വതന്ത്രമായി 995 ഒരു പൂർണ്ണത കൈവരിച്ചു എന്ന പോലെ വഖഫ് നിയമം നിലവിൽ വരുന്നുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന 1995 വഖഫ് ആക്ട് നിലവിൽ വരികയാണ്. അതിൽ കാണുന്നതും ഈ ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞു വെച്ച വിഷയം, അതിൻ്റെ ഒരു ഭാഗം ഞാൻ വായിച്ചു തരാം. വഖഫ് മീൻസ് permanent dedication by a person professing Islam of any movable or immovable property for any purpose recognized by Muslim law as pious, religious or charitable എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. അതായത് ഒരു പെർമനന്റ് ഡെഡിക്കേഷൻ ആണ് വഖഫ്. പെർമനന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്, താൽക്കാലികമായി കൊടുക്കുന്നതല്ല, കുറച്ചു നാൾ കൊടുത്തിട്ട് പിന്നെ തിരിച്ചെടുക്കാനുള്ളതല്ല. ഇത് മുഴുവൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമായി വഖഫ് ആക്ടിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുന്നു വലാ യൂറഫു, നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം, ഒരിക്കലും അനന്തരാവകാശം എടുക്കാൻ പറ്റില്ല. വലാ യുബാഉ, അതതിന്റെ അസുലിൽ നിന്നുകൊണ്ട് തന്നെ വിൽക്കാൻ പറ്റില്ല. അതൊരു പെർമനന്റ് ഡെഡിക്കേഷൻ ആണ്. വശുരിത്വ ലഹു അത്തഅബീദു,
കൃത്യമായി ഫിഖഹിന്റെ ഉലമാ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, എല്ലാ കാലത്തേക്കും നിലനിൽക്കുക എന്നാണ് വഖഫ് എന്ന് പറഞ്ഞാൽ തന്നെ. വഖഫ എന്ന് പറഞ്ഞാൽ നിലനിന്നു, അതങ്ങനെ പിടിച്ചു നിർത്തുന്നതിനാണ് ഭാഷാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. എന്നാൽ സാങ്കേതിക അർത്ഥത്തിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന് കൊടുത്തതാണ്, അത് അള്ളാഹു മാത്രമുള്ളതാണ്, അതങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതാണെന്ന് ഫിഖഹിന്റെ ഉലമാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. വഖഫ് കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കൈകാര്യകർത്താക്കൾ, മുത്തവല്ലിമാർ ഇതെങ്ങനെ കൊണ്ടു നടക്കണം, എങ്ങനെ കൊണ്ടു നടക്കണം? അവരിതിൽ സൂക്ഷ്മത പാലിച്ചില്ല എങ്കിൽ കൈകടത്തൽ വരും, കുടിയേറ്റമുണ്ടാകും, തട്ടിയെടുക്കാൻ നോക്കും. അതിന്റെ പല ഉദാഹരണങ്ങളും നേർക്കാഴ്ചയെന്നാണ് നമ്മൾ കാണുന്നുണ്ട്. വഖഫ് അള്ളാഹുവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മറ്റൊരു അധികാരിയില്ല. ഏതുപോലെ അള്ളാഹുവിന്റെ പള്ളി, എരമം പള്ളി, പാനായിക്കുളം പള്ളി, മുപ്പത്തടം പള്ളി, ഏലൂക്കര പള്ളി, ഇതൊക്കെ വഖഫ് ചെയ്തു. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടുകാരായ ആരെങ്കിലും ഒക്കെ കൊടുത്തതായിരിക്കും ആ സ്ഥലം. അത് കൊടുത്തതിന്റെ പേരിൽ പിന്നെ ഞാൻ കൊടുത്ത സ്ഥലമാണെന്ന് പറയാൻ ഒരു റൈറ്റും ഇല്ല. അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. പിന്നെ അത് കൊണ്ടു നടക്കേണ്ടത്, കൈകാര്യകർത്താക്കളാകേണ്ടത് അവർ അധികാരികളാവുകയല്ല, പരിപാലകരാവുകയാണ് വേണ്ടത്. അള്ളാഹു സൂറത്ത് തൗബയിൽ പറഞ്ഞതുപോലെ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അള്ളാന്റെ പള്ളി പരിപാലിക്കാനാണ് പടച്ചവൻ ആളെ വേണ്ടത്. അള്ളാഹുവിന് മറ്റൊരു അധികാരിയെ വേണ്ട. അപ്പൊ ഞാൻ എൻ്റെ വീട്ടില്, എൻ്റെ വീടിന്റെ അധികാരി ഞാനാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടായിരിക്കെ മറ്റൊരാൾ വന്ന് എൻ്റെ വീട് ഭരിക്കുമ്പോ എന്നെ പിന്നെ എന്തിനു കൊള്ളാം? അള്ളാഹുവിന്റെ പള്ളിക്ക് മറ്റൊരു ഭരണാധികാരി ആവശ്യമില്ല. പലയിടങ്ങളിലും നടക്കുന്നത് പള്ളി ഭരണമാണ്. അത് വഖഫിനോട് ചെയ്യുന്ന ദ്രോഹമാണ്, ചെയ്യാൻ പാടില്ല. നേരെ പറഞ്ഞാൽ അള്ളാഹിനോട് ചെയ്യുന്ന ധിക്കാരമാണ്. പല പള്ളികളും നമ്മുടെ ഉമ്മത്തിന്റെ, ഇപ്പൊ കേരളത്തിലെ അവസ്ഥ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പഠിച്ചാൽ തോന്നുന്നു ഭയങ്കര ഭരണമാണ് അവിടേക്ക്. കുറച്ചേ ഉള്ളൂ സേവന മനോഭാവം. നമ്മുടെ എരമം മഹല് മാഷാ അല്ലാഹ് നല്ല സേവന മനസ്കരായ ചുറുചുറുക്കുള്ള യുവാക്കൾ നമ്മുടെ ഹമീദക്കാരുടെ നേതൃത്വത്തിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. ഒരു സേവനം, അതായത് പരിപാലകരാണ് അവർ. പലപ്പോഴും ഞാൻ ഇവരുടെ പ്രസംഗം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പള്ളി പരിപാലന കമ്മിറ്റി എന്നാണ് പറയാ. ഏതൊരു വിഷയത്തിലും ആ പരിപാലനം ഇങ്ങനെ നിഴലിച്ച് നിൽക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരുപാട് മഹല്ലിൽ സേവനം ചെയ്തതിൽ വളരെ കുറച്ച് മഹല്ലുകളിൽ എനിക്ക് സേവന മനോഭാവം ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഭരിക്കാൻ വന്നതാണ്. എടോ, അള്ളാന്റെ പള്ളിക്ക് ആരാ ഭരിക്കാൻ വേണ്ടത്? അള്ളാഹ് ഭരിക്കാൻ പറ്റാത്തവനാണോ? അത് അള്ളാന്റെ വീടാണ്. വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരാൾക്കും അവകാശമില്ല, അധികാരമില്ല. അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ, ബാക്കി പരിപാലനം. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഇന്നമാ യഅ്മുറു, എന്റെ പള്ളി പരിപാലിക്കാൻ ഇന്നാലിന്ന ക്വാളിറ്റിയുള്ള ആളുകൾ വേണം. അത് അള്ളാഹുവിന്റെ ഉത്തരവാണ്. എൻ്റെ വീട്ടിൽ ആര് ജോലി ചെയ്യണം, എൻ്റെ വീട് ആര് ക്ലീൻ ചെയ്യണം, ഞാൻ തീരുമാനിക്കണം. ഇന്നും സൗദി അറേബ്യയുടെ രാജാവ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഖാദിമുൽ ഹറമൈനി ശരീഫൈൻ, രണ്ട് ഹറമിന്റെയും വേലക്കാരൻ എന്നാണ്. പള്ളിയുടെ പരിപാലകൻ എന്ന പേരിൽ അഭിമാനിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ വാഖിഫാവുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പൊ വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു സമ്പത്തിനെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ പ്രയോജനം എടുക്കുന്ന രീതിയിൽ പിടിച്ചു വെക്കുന്നതിനാണ് വഖഫ് അല്ലെങ്കിൽ ഒരു പെർമനന്റ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. 13-ലെയും 95-ലെയും കൃത്യമായ നിയമങ്ങളിൽ അത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇനി ഈ നിർവചനത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഈ നിർവചനത്തിൽ പറഞ്ഞു വെച്ച മറ്റൊരു വേർഡ് ഉണ്ട്, അത് വഖഫ് ബൈ യൂസർ എന്നാണ്. വഖഫ് ബൈ യൂസർ എന്താണത്? കാലങ്ങളായി വഖഫ് സംബന്ധമായ രീതിയിൽ കൈകാര്യം ചെയ്തു പോരുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പള്ളി, ആ പള്ളിയുണ്ട്, ജനങ്ങൾ ഇങ്ങനെ വന്ന് നിസ്കരിക്കുന്നു, മുസ്ലിംകളുടെ ആരാധനാപരമായ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പോരുന്നു. പക്ഷെ ആ പള്ളിക്കൊരു രജിസ്ട്രേഷൻ ഉണ്ടോ? അറിയില്ല, അങ്ങനെ ഒന്നില്ല. ആരാണ് വഖഫ് ചെയ്തതെന്നറിയോ? അതറിയാൻ പാടില്ല. അത് വഖഫ് ചെയ്തതാണ്. പക്ഷെ മുസ്ലിങ്ങൾ ഒരുപാട് വർഷമായി, നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ ഉപയോഗിച്ചു പോരുന്ന ഒരു പള്ളി. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഖബർസ്ഥാൻ എന്ന് വെക്കാം. ഒരു പട്ടയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഖബർസ്ഥാൻ. ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ഖബറടക്കുന്നുണ്ട്. ഒരുപാട് നാളുകൾ ഇങ്ങനെ മുസ്ലിങ്ങൾ ഉപയോഗിച്ചു പോരാണ്. സംഭവം ആര് വഖഫ് ചെയ്തതാണ്. പക്ഷെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ സ്ഥലം ആരുടെ പേരിലാണ്, ആര് വഖഫ് ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റാത്ത സ്ഥലം പോലും അതിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 995-ലെ വഖഫ് നിയമത്തിൽ വഖഫ് ബൈ യൂസർ എന്നൊരു പ്രയോഗം തന്നെ അവിടെ കൊണ്ടുവന്നത്. ഉപയോഗം കൊണ്ട് വഖഫായി നിലനിൽക്കുന്ന സ്ഥലവും വഖഫിൽ പെട്ടത് തന്നെയാണ് എന്നൊരു ആനുകൂല്യം അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പഴയ കാലത്തൊക്കെ അങ്ങനെയല്ലേ കാരണവന്മാര്, ഇത് ഞാൻ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എന്റെ സ്ഥലം വഖഫ് ചെയ്യുന്നു പറയല്ലേ ഉള്ളൂ. എഴുതി കൊടുക്കലൊക്കെ കുറവാണ്. അങ്ങനെ എഴുതി കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നം നമ്മുടെയൊക്കെ ചുറ്റുപാടും പല സ്ഥലങ്ങളിലും അനുഭവിക്കുന്നുണ്ട്, ഇല്ലേ?
ഇന്ന സ്ഥലമൊന്നും ഞാൻ പറയൂല. വാപ്പായും ഉമ്മായും എഴുതി കൊടുത്ത, അല്ലെങ്കിൽ വാപ്പായും ഉമ്മായും പറഞ്ഞു വെച്ച ഒരുപാട് പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഇന്ന് മക്കൾ തട്ടിയെടുത്ത് ആസ്വദിക്കുന്നുണ്ട്. എത്രത്തോളം ആസ്വദിക്കും? എവിടം വരെ ഇത് ആസ്വദിക്കും? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അള്ളാനെ ചതിക്കാൻ നോക്കിയാൽ വല്ലാഹു ഖൈറുൽ മാകിരീൻ, പടച്ച റബ്ബ് കൊടും ചതിയനായി മാറുന്നല്ലേ ഖുർആൻ പറയണത്. ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? 5 വഖത്ത് പള്ളിയിലുണ്ടാവും, സുബ്ഹി പോലും കളാക്കൂല, വായിൽ മുഴുവൻ ഖുർആനിന്റെയും ഹദീസിന്റെയും നടുക്കഷ്ണാണ്. പക്ഷെ ജീവിക്കുന്നതോ ഉമ്മ വഖഫായി കൊടുത്ത ഭൂമി തട്ടിയെടുത്ത് സ്വന്തം പേരിലാക്കിയിട്ടാണ്. ഇതെന്ത് നിസ്കാരമാണ്? ഈ നിസ്കാരം ആർക്ക് വേണം? ഈ അമൽ ആർക്ക് വേണം? ആർക്ക് വേണ്ടിയാണ് നമ്മൾ തലകുത്തി പറയുന്നത്? അപ്പൊ ഈ തട്ടിപ്പുകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതൊരു മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി മുസ്ലിംകൾ ഉപയോഗിച്ചു പോരുന്ന ഭൂമി, മുസ്ലിംകളുടെ ആരാധനാപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു പോരുന്ന ആ ഭൂമി, അതിന് രേഖകളില്ലെങ്കിൽ പോലും അതിനെയും ഈ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ വഖഫായി നിലനിർത്തുന്ന മനോഹരമായ കാര്യം 995 വഖഫ് നിയമത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണത്. ഇപ്പോ 937 മുസ്ലിംകളുടെ ചില നിയമങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശരീഅത്തിന്റെ ഭാഗമായി ഒരു നിയമം വന്നിട്ടുണ്ട്. അതായത് മുസ്ലിംകളുടെ വിവാഹം, അതുപോലെ തന്നെ വഖഫ്, വസിയ്യത്ത്, ഇങ്ങനെ തുടങ്ങി 14 കാര്യങ്ങൾ എണ്ണിയിട്ട് ഈ വിഷയത്തിൽ 2 ആളുകൾ, അതായത് പ്രതിയും വാദിയും 2 പേരും മുസ്ലിംകളാണെങ്കിൽ ഈ വിഷയത്തിൽ വിധിക്കേണ്ടത് പേഴ്സണൽ ലോ പ്രകാരമാണ്, അല്ലെങ്കിൽ ശരീഅത്ത് നിയമപ്രകാരമാണ് എന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള നിയമം. അതിങ്ങനെ വായിക്കാം നമുക്ക്. The law of decision where the parties are Muslims shall be the Muslim personal law. 2 പേരും മുസ്ലിംസ് ആണെങ്കിൽ ഈ പറയപ്പെട്ട 14 കാര്യങ്ങളിലാണ് അവർക്ക് തർക്കമുള്ളതെങ്കിൽ അവിടെ വിധിക്കപ്പെടേണ്ടത് മുസ്ലിം പേഴ്സണൽ ലോ കൊണ്ടാണ്. ഇത് സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പേ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ഗവൺമെന്റും, ഫാസിസ്റ്റ് ഗവൺമെന്റിന് മുമ്പ് വന്നിട്ടുള്ള ഒരു ഗവൺമെന്റും ആ വിഷയത്തെ തൊടാൻ പോലും തയ്യാറായിട്ടില്ല. കാരണം ഇത് ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന, ഭരണഘടനയുടെ ആ ഒരു മനോഹാരിതയെ നിലനിർത്തുന്ന സുന്ദരമായൊരു വിധിയാണ്, അല്ലെങ്കിൽ നിയമമാണ്. അതിനെ തകർത്ത് കളയാൻ, ഭരണഘടനയെ തച്ചുടയ്ക്കാൻ ഒരു അധികാരികളും അതിന് തയ്യാറായിട്ടില്ല എന്ന ഒരു മനോഹരമായ കാഴ്ചയും മുമ്പ് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ സമൂഹത്തിനും അങ്ങനെ ചില നിയമങ്ങളുണ്ട് അല്ലേ? ഇപ്പോ നമുക്ക് വഖഫ് ഉള്ളതുപോലെ ഹൈന്ദവർക്ക് ദേവസ്വം ബോർഡുണ്ട്, ഇനി ക്രൈസ്തവർക്ക് സഭകളുണ്ട്. അത് നേരിട്ട് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ പോലും പലതും ഗവൺമെന്റിന്റെ സ്വാധീനത്തിൽ പലതും നടക്കുന്നുണ്ട്. മുമ്പ് ഒരാഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ മാത്രം ഒരു ബോർഡ് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. അതുപോലെ സിഖുകാർക്കും ജൈനന്മാർക്കും അങ്ങനെ പല സൗകര്യങ്ങളും ഈ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ മുസ്ലിംകളുടെ അല്ലെങ്കിൽ ഏതൊരു മതസ്ഥന്റെയും വ്യക്തി നിയമം. ഇപ്പൊ വ്യക്തി നിയമം നമ്മൾ എടുത്തു നോക്കുമ്പോൾ മതാചാരങ്ങൾ ഒരിക്കലും ഭരണഘടനയ്ക്ക് എതിരാകാൻ പാടില്ല. അതൊരിക്കലും അങ്ങനെ ആകുകയുമില്ല. ഫണ്ടമെന്റൽ റൈറ്റിനെതിരിൽ ഒരു നിയമവും ഇന്ത്യ മഹാരാജ്യത്ത് വരില്ല. അപ്പൊ അങ്ങനെ ചില നല്ല കാര്യങ്ങളൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിന്നിരുന്നു. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിരന്തരം എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ മാറ്റിമറിക്കുന്ന ബില്ലുകൾ, ഇങ്ങനെ അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തിൽ ബില്ലുകൾ ചുട്ടെടുക്കപ്പെടുകയാണ് അല്ലേ? ബില്ലുകൾ ഇങ്ങനെ ചുട്ടടക്കപ്പെടുകയാണ്, സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. പക്ഷെ ആക്റ്റായി നിലവിൽ വരുന്നില്ല. അതെന്തുകൊണ്ടാണ് പലതും ആക്റ്റായി വരാത്തത്? സമൂഹത്തിന്റെ ഈ കൂട്ടായ്മയും മതനിരപേക്ഷ സമൂഹത്തിന്റെ ഐക്യവും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇനി ആക്റ്റായി വന്നാൽ തന്നെ അത് ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നതും നമുക്കിടയിലുള്ള ഈ കൂട്ടായ്മയാണ്. അപ്പൊ ഈ കൂട്ടായ്മയെ തകർക്കാൻ പലതും അവർ നോക്കും. എന്തെല്ലാം കളിക്കാൻ പറ്റുമോ അതൊക്കെ കളിക്കും. അത് പല സ്ഥലങ്ങളിലും. ഇപ്പോ എരുമേലിയിൽ എന്താ സംഭവിക്കുന്നത്? വാവരും അയ്യപ്പനും തമ്മിലുള്ള ഒരു വിഷയം. മുസ്ലിംകൾക്കെതിരെ ഓരോന്നങ്ങ് പറയാം. മക്കളെ, നിങ്ങൾ അവിടെ പോയി പേട്ട തുള്ളിയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങൾക്ക് അതിൽ വല്ല റോളുണ്ടോ? നിങ്ങൾക്ക് തുള്ളണ്ടേ, നിങ്ങൾ തുള്ളണ്ട, അത്ര നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ നിങ്ങൾ തുള്ളിയാലും തുള്ളിയില്ലെങ്കിലും ഞങ്ങൾക്ക് എന്താ? ഞങ്ങളുടെ ആരാധനയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അത് അല്ലേ? പക്ഷെ ഇതൊക്കെ ഒരു മതധ്രുവീകരണത്തിന്റെ ഭാഗമായി എടുത്തുദ്ധരിക്കുമ്പോ എന്താണ് പറയുന്നത്? ദൈവഹിതം അറിയാനായിട്ട് ദേവപ്രശ്നം വെച്ചു എന്നാണ്.
ഇതൊക്കെ ജനങ്ങൾ ഈ പറയുന്നതൊക്കെ, ഇവരുടെ ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി വന്നു പോകും. ദേവപ്രശ്നത്തിൽ അവിടെ കയറുന്നത് പോലും ദേവന് ഇഷ്ടമല്ല. ഞാനതിൻ്റെ സാങ്കത്യമല്ല പറയുന്നത്. അതായത് ഒരു മതേതര കൂട്ടായ്മ എന്നോണം ഇത്രയും നാൾ നടന്നു പോന്നിരുന്നൊരു കാര്യത്തെ തുരങ്കം വെക്കാൻ വേണ്ടി അവിടെ മുസ്ലിംകളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് മാത്രം അതിനെ എതിർക്കുന്ന ഒരു ദൈവപ്രശ്നമായി ഇത് പോയി എന്നുള്ളതാണ്. എന്നാൽ ഇത്രയും നാൾ ദേവൻ ഇഷ്ടമായിരുന്നത് പെട്ടെന്നൊരു ദിവസം ദേവപ്രശ്നത്തിലൂടെ ഇഷ്ടമല്ലാതായി അല്ലെങ്കിൽ ഇഷ്ടക്കേടായി മാറുന്നത് അതെന്താണ്? ദേവന് പ്രശ്നമല്ലാത്തത് പെട്ടെന്നൊരു ദിവസം പ്രശ്നമായത് എന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലേ? ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ ചില സംസാരങ്ങൾ, മൂപ്പരിപ്പോഴും ഏതോ പുരാതന കാലത്തെ രാജ്യം ഭരിക്കുന്ന രാജാവാണെന്നാണ് പുള്ളിയുടെ ഓർമ്മ. നമുക്ക് കാണുമ്പോൾ ചിരി വന്നു പോവാണ് അല്ലേ? അതായത് ഇതിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഫാസിസത്തോടൊപ്പം നിൽക്കുന്നവരൊക്കെ ചില ബഫൂൺസ്, ചില കോമാളികളായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ, വിവരമില്ലാത്ത അല്പജ്ഞാനികളായി പോകുന്നത് പോലെ. അപ്പൊ ഇത് മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇസ്ലാമിനെ നേർക്കാണ്. ആർക്കാണ് ഇവിടെ മനസ്സിലാകാത്ത കാര്യമുള്ളത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ആക്ട് നടപ്പാകാതെ പോകുന്നതോ അല്ലെങ്കിൽ നടപ്പാക്കപ്പെട്ട ആക്ടുകൾ ഇവിടെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന കൂട്ടായ്മയും മതേതരത്വവുമാണ്. അപ്പൊ ഇതിനെ തകർത്ത് കളയാനായിട്ട് പല പണിയും ആളുകൾ എടുക്കുന്നുണ്ട്. തകർത്ത് കളയാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിന്റെ സുരക്ഷിതത്വത്തിന് മുമ്പിൽ നിൽക്കണം. പിന്നെ വഖഫുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് വഖഫ് ഒരാളിലേക്ക് കത്തയക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കത്തയച്ചു കൊടുത്താൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവനെ കഴുത്തിന് പിടിച്ചുകൊണ്ടെന്ന് പുറത്തിടുമെന്നാണ് ഒരാൾ പ്രസംഗിച്ചത്. അതേത് വഖഫാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. വഖഫ് നിയമത്തിൽ എവിടെയും അങ്ങനെയൊന്ന് കാണാനില്ല. 1995 വഖഫ് നിയമം സെക്ഷൻ 40 പ്രകാരം വഖഫ് ബോർഡിന് ന്യായമായി ഒരു കാര്യത്തിൽ സംശയം തോന്നിയാൽ, വെറുതെ സംശയം തോന്നിയിട്ട് കാര്യമില്ല, തെളിവടക്കം കൊണ്ട് വഖഫ് ബോർഡിന് സംശയം തോന്നുകയാണെങ്കിൽ അവിടെ നോട്ടീസ് അയക്കാം. അത് ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ നമ്മളൊരു വലിയ സ്കൂൾ നടത്തുന്നു, നമുക്ക് കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, കുറെ അന്യാധീനമായി പിടിക്കപ്പെട്ടു പോയി. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്നൊരു ദിവസം കുറച്ച് തെളിവുകൾ കിട്ടി, ഇന്നാലിന്ന സ്ഥലം നമ്മുടേതാണെന്ന് നോട്ടീസ് അയക്കൂലേ? ഇനി അവരുടേതാണെന്ന് സ്ഥാപിക്കാൻ അവർക്ക് കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാലോ, ട്രിബ്യൂണലിലേക്ക് പോകാം. വേണ്ട, വഖഫ് ട്രിബ്യൂണലിനെ നിങ്ങൾക്ക് വിശ്വാസമില്ല, വിട്ടേക്ക്, കോടതിയെ സമീപിക്കാം, സുപ്രീം കോടതിയിൽ പോകാം, അപ്പീലിന് പോകാമല്ലോ. ഇതൊക്കെ വെറുതെ വളച്ചൊടിച്ച് പർവ്വതീകരിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ. പക്ഷെ ഇനി വരാൻ പോകുന്ന ഒരു അമെൻമെന്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ബാത്തിലാക്കി കളയുന്ന ഒരു അമെൻമെന്റാണ്. കാലങ്ങളായി വഖഫായി ഉപയോഗിച്ചിരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ വഖഫ് ബൈ യൂസർ എന്ന പ്രയോഗത്തിൽ വരുന്ന, ആരാണ് വാഖിഫ് എന്നറിയാത്ത, എന്നാൽ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി മുസ്ലിംകൾ ഉപയോഗിച്ചു പോന്നിരുന്ന ആ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവൻ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാൻ പോവുകയാണ്. അത് മുഴുവൻ ഗവൺമെന്റിൻ്റെതാക്കാൻ പോകുന്നു എന്ന ഒരു ദുരന്തമാണ് ഇനി അമെൻമെന്റ് നടപ്പിലായി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. 2.1 ലക്ഷം കോടി രൂപയുടെ മൂല്യം വരുന്ന സ്വത്ത് അത് മുസ്ലിംകളുടേതാകുമ്പോൾ ഗവൺമെന്റിന് തട്ടിയെടുക്കാൻ ഭയങ്കര ഉഷാറാണ് അല്ലേ? രണ്ടാമതൊരു കാര്യം നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടത് പെർമനന്റ് ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഏതെങ്കിലുമൊക്കെ ഒരു നിബന്ധന വെച്ചുകൊണ്ട് നമുക്ക് വഖഫ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഒരാള് 10 കൊല്ലത്തേക്ക് ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ എന്റെ മക്കൾ വളർന്നു വലുതാകുന്നത് വരെ ഞാൻ വഖഫ് ചെയ്യുന്നു പറയാൻ പറ്റൂല. അങ്ങനെ ഒരു അനന്തരം എടുക്കൽ ഇസ്ലാമിലില്ല. വലൗ വഖഫ ബിശർത്തിൽ ഖിയാർ, ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിബന്ധന വെച്ചാൽ ബത്തല, ആ വഖഫ് തന്നെ ഇല്ലാതായിപ്പോയി, അത് ബാത്തുലായിപ്പോയി എന്ന്. അങ്ങനെയൊന്നും വഖഫ് ആകില്ല, അങ്ങനെയൊന്നും വഖഫ് നിയമത്തിൽ വരില്ല. ഒരിക്കലും അങ്ങനെ ഒരു നിബന്ധന ഉണ്ടാകാനും പാടില്ല. അൺകണ്ടീഷണലായി പെർമനന്റ് ഡെഡിക്കേഷനായി നൽകപ്പെടുന്നത് മാത്രമാണ് വഖഫ് എന്ന് ഇസ്ലാം പറയുന്നു. 1995 വഖഫ് ആക്ട് കൃത്യമായി നമുക്കത് പറഞ്ഞു തരികയും ചെയ്യുന്നു. അപ്പൊ മുനമ്പത്ത് നടക്കുന്ന വിഷയം വഖഫ് ഭൂമിയാണ്. പിന്നീട് അത് വിൽക്കപ്പെട്ടു. വഖഫ് ഭൂമിയാണ്, വിൽക്കാൻ പാടില്ല. വിറ്റു. ആര് വിറ്റു? എങ്ങനെ വിറ്റു? കൃത്യമായി കാര്യങ്ങൾ മുമ്പിലുണ്ട്. ഇവിടെ നമ്മുടെ കയ്യിലേക്ക് വഖഫ് സ്വത്ത് ഏൽപ്പിക്കപ്പെട്ടാൽ നമ്മുടെ സൂക്ഷ്മത കുറവ് പലയിടങ്ങളിലും ധാരാളമായിട്ടുണ്ട്. ഇപ്പോഴും തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് കടന്നു ചെന്നാൽ വഖഫ് ചെയ്യപ്പെട്ട പല ഭൂമികളും അന്യാധീനപ്പെട്ടെന്നോണം കിടക്കുകയാണ്. തിരിഞ്ഞു നോക്കാറില്ല, മുത്തവല്ലിമാരൊന്നും നോക്കി നടക്കാറില്ല. അവസാനം കുടിയേറ്റം എല്ലാം നടന്നതിന് ശേഷം നിലവിളിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ വഖഫ് ഭൂമി തന്നെയാണ്. അവിടെ കൈകടത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നോട്ടീസ് അയക്കുന്നത് കോടതിയാണ്. കോടതിയിലേക്ക് ഇവർക്ക് പോകാമല്ലോ. പക്ഷെ ഇതിനെയും ഊതിക്കത്തിക്കാൻ ചില ആളുകൾ അവിടെയുണ്ട്.
ഇപ്പോ ഞാനിങ്ങനെ മുനമ്പത്തൂടെ ഒന്ന് റൗണ്ട് അടിച്ചു നോക്കി, ഒന്ന് ഫ്രീ ടൈം കിട്ടിയപ്പോ, നല്ല ബീച്ചും കൂടെ ആണല്ലോ, അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു നോക്കുമ്പോ ഒന്ന് രണ്ട് സാധാരണക്കാരായ ആളുകളെ പതിയെ ഒന്ന് സമീപിച്ചു. എന്തൊക്കെയാണ് വിഷയം, അങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മളൊരു ഒരു മതസൗഹാർദ്ദപരമായി അങ്ങോട്ട് കടന്നു എന്നതാണ്. ഈ വേദിയുടെ അടുത്തേക്കൊന്നും ചെന്നില്ല, ഒന്ന് രണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ അടുക്കൽ ചെന്നു. ചേട്ടന് നോട്ടീസ് വല്ലതും കിട്ടിയായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എപ്പോഴെങ്കിലും വരാല്ലോ ഉസ്താദേ, എപ്പോഴെങ്കിലും വരാലോ, നമ്മുടെയൊക്കെ നിലനിൽപ്പ് ഭീഷണിയല്ല. ഇത് ചേട്ടൻ ആരാ പറഞ്ഞത്? നമ്മൾ ദിനീനെ കാണുകയല്ലേ. ഇപ്പോ വന്ന MP പറഞ്ഞു, മന്ത്രി പറഞ്ഞു, നമ്മുടെ നിലനിൽപ്പ് ഭീഷണിയിലാണെന്ന് മന്ത്രി തന്നെ വന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ജനങ്ങൾക്കിടയിൽ ഇത്തരം ഭയമുണ്ടാക്കി വിടുന്ന ചില തൽപര കക്ഷികൾ അവിടെ ഉണ്ട്. ചില റിസോർട്ട് മുതലാളിമാരുണ്ട്. നമുക്കൊക്കെ അറിയുന്ന കാര്യം, എത്രയോ റിസോർട്ടുകൾ അവിടെ സ്ഥലം കയ്യേറിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വഖഫ് ബോർഡിൽ നോട്ടീസ് അയക്കുമ്പോൾ തങ്ങൾക്കിനി നിലനിൽപ്പില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇവിടെ ജനങ്ങൾക്കിടയിൽ മതപരമായ ഭിന്നതയുണ്ടാക്കിയിട്ട് ഈ വിഷയത്തെ അടിച്ചമർത്തി ഇത് വലിയൊരു മതപരമായ പ്രക്ഷോഭമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കുറെ തൽപര കക്ഷികൾ ഇതിന്റെ പിന്നിലുണ്ട്. അതിനു വേണ്ടിയിട്ട് സഭയിലെ ചില പുരോഹിതന്മാരും ഇറങ്ങിത്തിരിക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. ചില ലോഹധരിച്ച പാതിരിമാർ ഇതിന് ഓശാനപാടാൻ ഇറങ്ങിത്തിരിക്കുന്നത് കാണുമ്പോൾ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട ക്രൈസ്തവരായ നല്ല ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. പക്ഷേ ചില കൃസംഗികളുമുണ്ട്, പറയാതെ വയ്യല്ലോ. അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കുക. ഒരവസരം കിട്ടിയാൽ, മുസ്ലിംകൾക്കെതിരെ അടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അതിനു വേണ്ടിയിട്ട് സമയവും ഊർജവും എല്ലാം കൊണ്ട് ചെലവാക്കുക. എന്തും ചെയ്യാം. ചില ബിഷപ്പുമാർ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടാണോ, അല്ലെങ്കിൽ ഇതൊക്കെ യഥാർത്ഥ ബോധ്യത്തോട് തന്നെ ചെയ്യാണോ എന്നറിയില്ല, ഇതിനൊക്കെ എതിരെ വന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ വേദന തോന്നി. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ മുസ്ലിംകളെ ഇല്ലാതാക്കിയാൽ നിങ്ങൾക്ക് സമാധാനമായി ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? മുസ്ലിംകൾ പോയിട്ട് വേണം നിങ്ങളെ പിടിക്കാൻ. മുസ്ലിംകൾ ഇല്ലാതായിട്ട് വേണം. മുസ്ലിംകൾ ഇല്ലാതാവുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇത് അള്ളാന്റെ ദീനാണ്. ഇത് ഇവിടെ തന്നെ നിലനിൽക്കും, ഒരാൾക്കും തൊടാൻ കഴിയില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇത് അള്ളാന്റെ മതം. ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും, ഒരാൾക്കും തൊടാൻ കഴിയില്ല. പക്ഷെ വിഷയമതല്ല. ഇസ്ലാമിനെ തകർത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം കൊണ്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഇവിടെ കരുതുന്നുണ്ടോ? പറ്റൂല. ഈ സംഘപരിവാർ അനുകൂലികൾ അല്ലെങ്കിൽ സംഘപരിവാറുകാർ, അവരുടെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രമാണ്. നിങ്ങളും അതിന് തടസ്സമാണ്. ഉന്മൂലനം ചെയ്യാൻ അവർ മുൻപിലുണ്ടാകുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി വരുന്ന അമെൻമെന്റ് പ്രകാരം നിങ്ങളൊന്നും നോക്കി, അതായത് ഒരുപാട് വഖഫ് സ്വത്തുകൾ പരസ്യമായി മുസ്ലിംകളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നടക്കാൻ പോവാണ്. ഇനി വഖഫ് ബോർഡുമായിട്ടൊരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ അമെൻമെന്റ് മൊത്തം വായിക്കുന്നില്ല, ചില ഭാഗങ്ങൾ ഞാനിങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് വഖഫ് ബോർഡുമായിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഗവൺമെന്റുമായി ഒരു പ്രശ്നം, വഖഫ് ബോർഡ് ഗവൺമെന്റ് വേഴ്സസ് ഗവൺമെന്റ് ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ വഖഫ് ബോർഡ് മുത്തവല്ലിയും തമ്മിൽ ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ മുത്തവല്ലിയുമായി നമുക്കൊരു പ്രശ്നം വന്നാൽ, കൈകാര്യകർത്താക്കളുമായി ഒരു പ്രശ്നം വന്നാൽ ട്രിബ്യൂണലിലേക്ക് സമീപിക്കാൻ പറ്റൂല. പിന്നെ കളക്ടറേറ്റിലേക്ക് പോകണം. കളക്ടർ ഈ വിഷയം അന്വേഷിക്കണം. അപ്പൊ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനിലേക്ക് വിഷയം ഏൽപ്പിച്ചു കൊടുക്കാൻ കളക്ടർ ഇത് അന്വേഷിച്ചിട്ട് എത്ര നാൾ അന്വേഷിക്കും? അത് കളക്ടറുടെ ഇഷ്ടം. ഒരു 20 കൊല്ലം കളക്ടർ അന്വേഷിച്ചു നോക്കുക. എന്നിട്ട് കളക്ടർ ഒരു തീർപ്പ് പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ കോടതിയിലേക്ക് പോകണം, കയറി ഇറങ്ങി നടക്കേണ്ടി വരും. ഈ കളക്ടറുടെ ഒരു ഉത്തരവ് വരുന്നത് വരെ മുസ്ലിംകളുടെ ആരാധനാപരമായ അനുഷ്ഠാനപരമായ ഒരു കാര്യവും ആ വഖഫ് ഭൂമിയിൽ പിന്നെ നടക്കില്ല എന്നുള്ളതാണ്. എത്ര വലിയ കരിനിയമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്, അല്ലേ? എത്ര വലിയ കരിനിയമാണിത്. നമ്മളിതിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ഒരു ഏറ്റവും മോശമായ ചില ചിന്താധാരകൾ ഇതിന്റെ അകത്തുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇപ്പോ വേറൊന്നും വേണ്ട, എല്ലാ ബോർഡിന്റെയും തലപ്പ് തിരിക്കുന്ന ആരാണ്? അതാത് സമൂഹത്തിലെ അല്ലെങ്കിൽ ആ വിശ്വാസമുള്ള ആളുകളാണ്. ഇപ്പോ 95 വഖഫ് ആക്ടിൽ പറയുന്നത് കാണാം, വഖഫ് ബോർഡിന്റെ CEO അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ സെക്രട്ടറി ആയി വരുന്നത് വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കാണാം, ഷാൽ ബി എ മുസ്ലിം. ഇതൊരു മുസ്ലിം ആയിരിക്കണം. ഇതൊരു നിബന്ധനയാണ്. കാരണം വഖഫ് എന്താണെന്ന് അറിയണം, വഖഫ് കൈകാര്യം ചെയ്യാൻ അറിയണം. അങ്ങനെ അല്ലാത്തൊരാൾ വഖഫ് ബോർഡിന്റെ CEO ആയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോ വഖഫ് ആക്ട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 95 വഖഫ് ആക്ടിൽ പറയുന്നുണ്ട്, ഷാൽ ബി എ മുസ്ലിം. CEO തീർച്ചയായും മുസ്ലിം ആയിരിക്കണം. ഓരോ സമൂഹത്തിനും അങ്ങനെ തന്നെയല്ലേ? ഇനി 2 പേര് നോൺ മുസ്ലിംസ് വേണം എന്നാ പറയുന്നത്. നോൺ മുസ്ലിംസ് വേണം. ഒന്ന് സ്ത്രീ ആയിരിക്കണം,
അപ്പൊ നോൺ മുസ്ലിംസ് വഖഫ് ബോർഡിൽ വേണമെന്ന് പറയുന്നത് ഏത് നിലയ്ക്കാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്കെതിരാണ്. ഇതൊരു വഖഫിന്റെ പ്രശ്നമോ കേവലം മുസ്ലിംകളുടെ മാത്രം പ്രശ്നമോമായിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമല്ലത്. ഇത് ഭരണഘടനക്കെതിരെ നടക്കുന്ന ഏറ്റവും ഹീനമായ കാര്യമാണ്. ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന ധാരാളം ബില്ലുകൾക്കിടയിൽ ഒന്ന് മാത്രമാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ CAA എന്ത് സംഭവിച്ചു? CAB ആയിരുന്നു, ബില്ലായിരുന്നു. പ്രതിഷേധങ്ങൾ നടന്നു, ഇത്തിരി കാലം നീട്ടിവെച്ചു, ആക്ടായി മാറി, CAA ആയി. നടപ്പാക്കാൻ നോക്കി, ഭയങ്കര പ്രതിഷേധം. അതുകൊണ്ട് തന്നെ ഉരുക്കു മുഷ്ടി കൊണ്ട് മൊത്തത്തിൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും പലയിടങ്ങളിലും, ആസാമിലും മറ്റു പലയിടങ്ങളിലും ഇതിങ്ങനെ അല്പാൽപമായി നടത്തി വരുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ ആ ഒരു ഉരുക്കുമുഷ്ടി ഇവർക്ക് പ്രയോഗിക്കാൻ കഴിയാത്തത് നമ്മുടെ കൂട്ടായ്മ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഐക്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ കെട്ടുറപ്പ് നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഭിന്നിച്ചു പോയാൽ തീർന്നു. നമ്മൾ ഭിന്നിച്ചാൽ, നമ്മളെ തമ്മി തല്ലിച്ചിട്ട് ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന പിശാചുക്കൾ ഉണ്ടെന്ന്, ചെന്നായിക്കളുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുസ്ലിംകളായ ആളുകൾ ഇതിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, മുസ്ലിംകൾക്ക് മാത്രം ബാധകമായി വരുന്ന ഒരു വിഷയം, നമ്മുടെ മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അത് മുത്തലാഖ്, ഒരാള് 3 ത്വലാഖ് ചൊല്ലി അയാളുടെ ഭാര്യയെ ഒഴിവാക്കിയാൽ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം അയാൾ അറസ്റ്റ് ചെയ്യപ്പെടണം. യഥാർത്ഥത്തിൽ ഈ മുത്തലാഖ് പോലുള്ള കാര്യങ്ങളൊക്കെ സിവിൽ പ്രോസസ്സാണ്, സിവിൽ കാര്യങ്ങളാണ്. ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു നിയമവും സിവിൽ വിഷയത്തിൽ ക്രിമിനൽ പ്രൊസീജിയർ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ മുത്തലാഖ്, ഒരാൾ ഭാര്യയെ 3 ത്വലാഖും ചൊല്ലിക്കഴിഞ്ഞാൽ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം അയാൾക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ്. ആണോ? നമ്മുടെ വിഷയം വരുമ്പോൾ അങ്ങനെയാണ്. ഇനി 3 ത്വലാഖ്, അതിന്റെ സാങ്കത്യത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഏതായാലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമല്ല. 3 ത്വലാഖും ചൊല്ലിയും ഒഴിവാക്കാൻ എളുപ്പമാണ്, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ലാന്നേ. ഇപ്പൊ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു ത്വലാഖ് കേസ് വരാണ്. ഞങ്ങൾ ത്വലാഖ് എല്ലാം പോകുന്ന ഒരു അവസ്ഥയിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു 2 ആളെ പറഞ്ഞു വിട്ടു മസ്ലഹത്തിന് വേണ്ടിയിട്ട്. അവര് പോയി വേഗം തിരിച്ചിങ്ങ് വന്നു. ഇത്ര പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. എന്താ തീർത്തെന്താണ്? 2 പേരെ 2 വഴിക്കാക്കി വിട്ടു, 2 അടിയും കൊടുത്തു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എടോ, ത്വലാഖാക്കി വിടാനാണെങ്കിൽ നിങ്ങളങ്ങോട്ട് പറഞ്ഞേക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിങ്ങളെ പറഞ്ഞയച്ചത് മസ്ലഹത്തിനാണ്, രഞ്ജിപ്പിന് വേണ്ടിയിട്ടാണ്. ത്വലാഖൊക്കെ അവസാന ഘട്ടമാണ്. ഗത്യന്തരമില്ലെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു ഓപ്ഷനാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച വേണം. ഞാൻ മാത്രം കറക്റ്റ് ആണെന്ന് കരുതിയിരുന്നാൽ അവിടെ ഒരിക്കലും നമുക്ക് ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല. അവളുടെ ഭാഗത്തും തെറ്റുണ്ട്, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ തിരുത്താൻ ആദ്യം തയ്യാറാകണം. അങ്ങനെ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. അപ്പൊ ഈ പറഞ്ഞ ത്വലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം അറസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. ഈ നിയമം വഴി ചില കാര്യങ്ങൾ ഒരു മുസ്ലിമിന് പ്രശ്നമായി വരും. അതായത് 3 ത്വലാഖ് ചൊല്ലപ്പെട്ട ഒരു പെണ്ണ് രാജ്യത്തെ നിയമത്തെ അനുസരിക്കണോ അള്ളാന്റെ നിയമത്തിനനുസരിക്കണോ എന്ന് പറഞ്ഞാല് 3 ത്വലാഖും ചൊല്ലിയാൽ ത്വലാഖ് സംഭവിക്കും, മുത്തലാഖ് കൊണ്ട് ത്വലാഖ് സംഭവിക്കും എന്നതാണ് പ്രബലമായ പക്ഷം. പെണ്ണിനെ ഭർത്താവ് ത്വലാഖിയതോടുകൂടി ഇസ്ലാമികപരമായിട്ട് ആരായി? ഭാര്യയല്ലാതായി. ഇന്ത്യ രാജ്യത്തെ നിയമപ്രകാരം ആ ത്വലാഖ് പോയിട്ടാണ്. അത് ത്വലാഖ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോഴും അവന്റെ ഭാര്യയാണ്. അപ്പൊ അവൾക്ക് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റൂല. ഇസ്ലാമികപരമായിട്ട് ഭാര്യയാണോ? ഭാര്യ അല്ലതാണ്. അപ്പൊ ഈ പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളും ഇതിന്റെ ഇടയിൽ കടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാര്യം എടുക്കുമ്പോൾ, മുസ്ലിം ഉമ്മത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, മുസ്ലിംകളുടെ ഏത് വിഷയമുണ്ടെങ്കിലും അവിടെ സങ്കുചിത മനോഭാവം എടുക്കുന്ന, സങ്കുചിതമായി ചിന്തിക്കുന്ന ഭരണകർത്താക്കൾ നമുക്ക് മേലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഒരു ഭാഗം എന്നോണാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഓരോ സഭകളുടെയും അല്ലെങ്കിൽ ഓരോ മതകാര്യ വകുപ്പുകളുടെയും നേതൃത്വം എന്ന് പറയുന്നത് ആ മതത്തിൽപ്പെട്ടവരാണ്, അല്ലേ? ഇപ്പോ ഹിന്ദുക്കൾക്ക് ദേവസ്വം ബോർഡുണ്ട്. നമ്മളിവിടെ പ്രക്ഷോഭം നടത്താൻ ദേവസ്വം ബോർഡിനകത്ത് ഞങ്ങൾ 2 മുസ്ലിമീങ്ങൾ വേണം. എന്തിനുള്ള പ്രക്ഷോഭം? പിന്നെ നമ്മൾ എന്തിനുള്ള? ഞങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കലാപങ്ങൾ ഇവിടെ ഉണ്ടാവും, അല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. എന്നാൽ വഖഫ്, മുസ്ലിംകളുടെ വഖഫ് കൈകാര്യം ചെയ്യുന്നതിലേക്ക് കൃത്യമായി ആളുകളെ തള്ളിക്കയറ്റാൻ നോക്കുകയാണ്. ഇപ്പോൾ
95 വഖഫ് നിയമപ്രകാരം അതിന്റെ 16 സെക്ഷനിൽ കാണാം, ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ ബീയിങ് ഓർ അപ്പോയിന്റഡ് ഓർ ഫോർ കണ്ടിന്യൂയിങ് എ മെമ്പർ ഓഫ് ദ ബോർഡ്. ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നതും ഒരാള് മെമ്പറായിട്ട് തുടർന്നു പോകുന്നതും അതിനെ അയോഗ്യനാക്കുന്ന അല്ലെങ്കിൽ അയോഗ്യതയിലേക്ക് നയിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഹിസ് നോട്ട് എ മുസ്ലിം ആൻഡ് ഈസ് ലെസ് ദാൻ 21 years of old. ഒന്നുകിൽ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് വഖഫ് ബോർഡ് മെമ്പർ ആകാൻ പറ്റൂല. 95 ആക്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് വഖഫ് ബോർഡ് മെമ്പർ ആകാൻ പറ്റൂല. കൃത്യമായി മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കഴുത്തിൽ തുരങ്കം വെക്കുന്ന ഏറ്റവും ഹീനമായ കൃത്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിനെതിരെ ഇങ്ങനെ ചുട്ടെടുക്കുന്ന നിയമങ്ങൾക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കുക തന്നെ വേണം. പ്രതിഷേധം ഇനി മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുക. വഖഫ് കഴിയും വേറെ വിഷയം വരും. നിരന്തരം ഇത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുത്തരിയല്ല, ഇതൊന്നും ഒരു വിഷയമല്ല. അവന് നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങളായിരിക്കും. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അവന് ജയിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങളായിരിക്കും. ഇവിടെ നിങ്ങൾ സുഖിക്കാൻ വന്നതല്ലല്ലോ, ഇവിടെ പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അപ്പൊ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണ്? ഹുവ അൻഫുസു ഇൻദി. നബിയെ, ഈ സ്ഥലം എന്ന് പറയുന്നത് കണ്ണായ സ്ഥലമാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ അതാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇത് ഞാൻ വഖഫ് ചെയ്യുന്നു യാ റസൂലല്ലാഹ്, ഇത് ഞാൻ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുന്നു. ഇത് പിന്നെ യുബാഉ, അത് കച്ചവടം ചെയ്യാൻ പറ്റൂല, അനന്തരാവകാശം കൊടുക്കാൻ പറ്റൂല, അയാൾക്ക് തന്നെ പോലും അത് തിരിച്ചെടുക്കാൻ പറ്റൂല. അങ്ങനെ കൊടുത്തിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതൊക്കെ കൃത്യമായി 1995 ആക്ടിൽ കൃത്യമായി ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇനി വരുന്ന അമെൻമെന്റ് ഇതിനെ മുഴുവൻ ബാത്തിലാക്കി കളയാൻ പോവാണ്. അപ്പോ പ്രശ്നപരിഹാരത്തിന് ഇനിയൊരു ട്രിബ്യൂണൽ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ഒഡീഷയിലാണ് വഖഫ് ട്രിബ്യൂണൽ ഉണ്ട്. പക്ഷെ 2024 ഇത് പൊളിച്ചെഴുതാൻ പോവാണ്. ഈ അമെൻമെന്റ് നടപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പൊളിച്ചെഴുതാൻ പോവാണ്. ഇന്ത്യയിലെ ഇത്ര വലിയ സമ്പത്തിന്റെ കൈകാര്യകർത്തൃത്വമുള്ള വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡിൽ നിന്ന് ആ സമ്പത്ത് തട്ടിയെടുത്ത് പല കുൽസിത പ്രവർത്തനങ്ങളും നടത്താൻ ഇന്ത്യ ഗവൺമെന്റ് മുൻപോട്ട് വരികയാണ്. അപ്പൊ ഇതിനെതിരെ പ്രതിഷേധമുണ്ടാകണം. ഇവിടെ പാർലമെന്റിൽ കൃത്യമായി പ്രതിഷേധം നടക്കുന്നുണ്ട്. ഒരിക്കലും മുസ്ലിംകൾ മാത്രമല്ല, അവിടെ MP ആയി പോയ ഹൈന്ദവരായ എത്രയോ മനുഷ്യർ, ആ മുസ്ലിംകളായ എത്രയോ ആളുകൾ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. അവർ ചോദിച്ചുവല്ലോ, എങ്കിൽ ദേവസ്വം ബോർഡിൽ എന്തുകൊണ്ട് ഒരു അഹിന്ദുവിനെ നിങ്ങൾക്ക് പ്രവേശിപ്പിച്ചുകൂടാ? ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം നമ്മളും ചേർന്ന് നിൽക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കേവലം മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ലത്, വഖഫിന്റെ മാത്രം പ്രശ്നമല്ലത്, ഇത് ഭരണഘടനയ്ക്കെതിരെയുള്ള പ്രശ്നമാണ്, ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ പ്രതിഷേധങ്ങൾ കണ്ണു തുറപ്പിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭരണഘടന സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും കൂട്ടായി നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെന്നും മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകുമാറാകട്ടെ. നമ്മളെപ്പോഴും നമ്മുടെ നഫ്സിലേക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഞാനത് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ നഫ്സിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ, ഇല്ല, പലരും പറയുന്നുണ്ട് ഓരോന്ന് കേൾക്കുമ്പോൾ പേടിയാവണം ഉസ്താദേ എന്നാണ്. അങ്ങനെ ഒരു പേടി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വേണ്ട. എന്തിനാ പേടി? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പേടി ഉണ്ടാവാൻ പാടുണ്ടോ? എന്തിനാ പേടിക്കണം? എന്റെ ഇലാഹാരാണ്, എന്റെ മാലിക്കാരാണ്, പിന്നെ എന്തിനാ പേടിക്കണം? ഏത് ഫാസിസ്റ്റുകളെയും കൈകാര്യം ചെയ്യുന്ന, ഫാസിസ്റ്റുകളെ പടച്ച, അവരെ പരിപാലിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, എല്ലാം തരുന്ന നാഥനായ റബ്ബിന്റെ അടിമയായി ഞാനുണ്ടാകുമ്പോ ഞാൻ എന്തിനു പേടിക്കണം? നമ്മുടെ നെഫ്സിലേക്ക് നോക്കണം. നമ്മുടെ നെഫ്സിനെ ഭംഗിയായി കൈകാര്യം ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ നീക്കി കൊടുക്കണം, ഒന്നിച്ചൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള പാതകൾ തുറക്കണം. ഈ ഒരു മതേതര കൂട്ടായ്മ ഒരിക്കലും തകർന്നു പോകാത്തവണ്ണം എല്ലാ മതസ്ഥരെയും ചേർത്ത് പിടിക്കണം, എല്ലാ സൃഷ്ടികളെയും ചേർത്ത് പിടിക്കണം. ഇന്ന് മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് ദിവസം കൂടെയാണ്. മഹാനായ ശൈഖ് റിഫാഇ റഹിമഹുള്ളയൊക്കെ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗം എത്രയാണ്! അവരൊക്കെ ആ ലെവലിലേക്ക് എത്തിയത് ആ പേടിയില്ലാതായപ്പോഴാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് സൂറത്ത് യൂനുസിലെ 63-ാം ആയത്ത് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിയില്ല, അള്ളാന്റെ അടിമകൾക്ക് പേടിയില്ല, ഭയമില്ല, ഒന്നിനും പേടിക്കണ്ട. എന്റെ റബ്ബന്റെ കൂടെയുള്ളപ്പോ എന്ത് ഫാസിസം, എന്ത് നാസിസം അള്ളാഹു എന്റെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലേ? സയ്യിദി അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ, പ്രയാസം അനുഭവിക്കുന്ന നിരാലംബരിലേക്ക് ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളെ ഈ മഹാന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവരുടെ പാതയും പിന്തുടരാൻ കഴിയണം. അന്ന് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഇൽമു പഠിക്കാൻ പോവാണ്. ഇൽമു പഠിക്കുന്ന ഒത്തുപലകയുണ്ട്, എഴുത്തുപലകയുണ്ടെന്ന്. ആ എഴുത്തുപലകയിൽ എഴുതിയിട്ട് മായ്ക്കുന്നത് വെള്ളത്തിൽ വിരലിങ്ങനെ മുക്കിയിട്ടാണ്. അപ്പൊ അന്ന് വെള്ളം തണുത്തുറഞ്ഞ വെള്ളമാണ്, കൈ ഇങ്ങനെ തൊടാൻ പറ്റില്ല, അത്ര തണുപ്പാണ്. അപ്പൊ ഷെയ്ഖ് റിഫാഇ റഹിമഹുല്ലാ കുഞ്ഞാണ്. അപ്പൊ അവിടെയുള്ള കൂട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ വിഷമിക്കണ്ട, നിങ്ങളുടെ ഈ സ്ലേറ്റ് ഞാൻ തുടച്ചു തരാട്ടോ. ഇതാണ് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ. അങ്ങനെയാണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സ്വന്തം പ്രയാസങ്ങൾ പോലും മറക്കുന്നവരായിരുന്നു. അവിടുന്ന് വിലായത്തിന്റെ വലിയ മർത്തബയിലേക്ക് എത്തുമ്പോൾ റോഡിൽ കുഷ്ഠരോഗം ബാധിച്ചു കിടക്കുന്ന ഒരു നായയുണ്ട്. കുഷ്ഠരോഗം ബാധിച്ചു കിടക്കുന്ന നായ. നമ്മൾ അറപ്പോടെ വെറുപ്പോടെ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഈമാൻ എന്ന ആ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച മഹത്തുക്കൾ എങ്ങനെയാ? അള്ളാന്റെ അടിമയാണത്, അള്ളാന്റെ സൃഷ്ടിയാണത്. അവിടുന്ന് സ്വന്തം കൈകൊണ്ട് കുഷ്ഠരോഗം ബാധിച്ച നായയെ വൃത്തിയാക്കി മരുന്ന് വെച്ച് ശുശ്രൂഷിച്ച് ആ രോഗം മാറുന്നത് വരെ ചേർത്ത് പിടിക്കുന്ന സയ്യിദി അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ മഹത്തുക്കളാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. ഇവരുടെയൊക്കെ പാതയത്തിൽ നടക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ.